മൺഡേ മോർണിംഗ് അങ്ങനെ വീണ്ടും ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണിക്കാണ് എഴുന്നേറ്റത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇന്നലെ അരി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിക്ക് വേണ്ടിയിട്ട്. രാവിലത്തെ പിള്ളേരുടെ ടിഫിൻ ബോക്സിന് ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് എടുക്കാമെന്ന് കരുതി. ഇഡലി വലിയ ഇഷ്ടമൊന്നുമില്ല രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഇനി വിഷമിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെയാണ് വെച്ചത്. പിന്നെ കുറച്ച് വാട്ടർ മെലൺ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ ടെമൂന്നാണ് മേടിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള ലഞ്ച് ബോക്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് അതിനോട് തന്നെ സ്പൂണും മറ്റേ ഈ ഫോർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റായിട്ടാണ് ഞാൻ പിള്ളേരെ പോയി വിളിച്ചത്. അവരൊരു 5:40 ആയി പോയി വിളിച്ചത്. എന്തായാലും വിളിച്ച ഉടനെ തന്നെ രണ്ടുപേരും എഴുന്നേറ്റ്. ഫസ്റ്റ് ഡേ ആണല്ലോ. നന്നുകുട്ടൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷെ നന്നുകുട്ടന് രാവിലെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഓരോരുത്തരെ ഒരുക്കി സെറ്റാക്കാണ് കേട്ടോ. നന്നുകുട്ടന് ഈ വട്ടം പൊത്ത് ടൈയും സാക്ഷിയൊക്കെ ഇടണമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ നല്ലൊരു തിരക്കാണ് കേട്ടോ. ഷോമോൾക്കും കെട്ടണം. ഷോമോൾക്ക് ഇത് കെട്ടാനൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോമോൾക്ക് നന്നുകുട്ടൻ്റെ മുടിയൊക്കെ കെട്ടി രാവിലെ ഒരു അംഗം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയാണ് കേട്ടോ. എന്തായാലും ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് രണ്ടുപേരെയും വിട്ടത്. അപ്പോൾ നന്നുകുട്ടൻ നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ആണല്ലോ, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം. ഇത്രയും ദിവസം അവർ ഉണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോഴാ സ്കൂൾ തുറക്കുന്നതെന്ന് ആലോചിച്ച് കഴിയുമ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള നാളെ കാണാൻ. ടാ.